ഈ സിനിമ ഞാൻ കാണാനുള്ള ഒരു മെയിൻ കാരണം കിലിയൻ മർഫി ഇതിലെ നായകനായി എന്നുള്ളതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാണ്. പുള്ളി തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റുകളൊക്കെ ടോപ്പ് നോച്ച് ആണെന്ന് പറയാം. സോ സ്റ്റീവ് നെറ്റ്ഫ്ലിക്സിൽ പുതുതായിട്ട് റിലീസായ ടിം ഐലൻഡ് സംവിധാനം ചെയ്ത് കിലിയൻ മർഫി നായകനായിട്ട് വന്ന ഈ ഇംഗ്ലീഷ് ഡ്രാമ മൂവിയെ കുറിച്ചാണ് ഇന്ന്. 1996 കഥ നടക്കുന്നത്. ഒരു സ്പെഷ്യൽ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഇതിലെ നായകനായിട്ടുള്ള സ്റ്റീവ്. ഈ ദുർഗുണ പരിഹാര പാഠശാല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്. അവിടുത്തെ സ്കൂളിൽ അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷൈ എന്നൊരു പയ്യൻ. ഇതിനിടയ്ക്ക് സ്കൂളിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാമാണ് ഈ സിനിമ സംസാരിക്കുന്നത്. വളരെ പോയറ്റിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ഫിലിമാണിത്. പടം സത്യത്തിൽ കുറേയിടത്ത് അല്പം ബോറിംഗ് ആണെന്ന് പറയാം, പക്ഷെ സെയിം ടൈം ബ്യൂട്ടിഫുളുമാണ്. ഒരല്പം ക്ഷമയോടെ കണ്ടാൽ മനോഹരമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് തരുന്ന സിനിമ കൂടിയാണ്. ഷൈ എന്നൊരു നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ സിനിമ. പക്ഷേ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. അല്പം ഹോണ്ടിങ് ആണ്, ഇമോഷണൽ ആണ്, ലേഡ് ആയിട്ടുള്ള കഥ പറച്ചിൽ സ്റ്റൈലാണ് ഇതിനുള്ളത്. ഈ സംഭവിക്കുന്നതിനൊക്കെ സ്വയം കുറ്റപ്പെടുത്തുന്ന മനുഷ്യരുടെ സ്വഭാവത്തെ കുറിച്ച് സിനിമ സംസാരിക്കുന്നുണ്ട്. ഒരൊറ്റ ദിവസത്തെ സംഭവങ്ങളാണ് സിനിമ പറയുന്നത്. ഒരു വല്ലാത്ത ദിവസം എന്ന് പറയാം. എല്ലാ സ്ട്രെസ്സും കൂടി ഇതിലെ മനുഷ്യർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ അവരുടെ സമനില തെറ്റാതെ നിലനിൽക്കുന്നു എന്നൊക്കെ കാണിച്ചിരിക്കുന്നത് കിടുവായിട്ടാണ്. അതിനിടയിൽ കൂടി ഈ സ്കൂളിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡോക്യുമെന്ററി ഫിലിം ക്രൂ മെമ്പേഴ്സ് വരുന്നുണ്ട്. അവരെ ആദ്യം ഓടിച്ചു വിടാൻ തോന്നും. ഒരു ഗംഭീര അതേസമയം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് കിലിയൻ മർഫി ചെയ്യുന്ന സ്റ്റീവ് എന്ന ഇതിലെ നായകൻ. കിടു പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു സ്കൂളിന്റെ ഭരണാധികാരിയാണ്. പുള്ളി നേരിടുന്ന പ്രഷർ കൊണ്ട് ആകെ മടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അല്പം കാർക്കശിക്കാരനും, പക്ഷെ അവിടുത്തെ കുട്ടികളും സ്റ്റാഫും എല്ലാം പുള്ളിക്ക് സ്വന്തം കുടുംബത്തെ പോലെയുമാണ്. അതേസമയം തന്നെ ഉള്ളിൽ വല്ലാതെ തകർന്നിരിക്കുന്ന ട്രോമ നിറഞ്ഞ ഒരു ഭൂതകാലമുള്ള വളരെ സങ്കീർണമായിട്ടുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. അത് വളരെ മനോഹരമായിട്ട് കിലിയൻ മർഫി അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം ഷൈൻ എന്ന ഒരു പയ്യനാണ്. ജയ് ലൈക്കാർഗോ എന്ന നടനാണ് ആ റോളിൽ വന്നിരിക്കുന്നത്. സ്കൂളിലെ കുട്ടികളിൽ ഷൈൻ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരേ സമയം ഒരുപാട് പ്രഷറുകൾ നേരിടേണ്ടി വരുന്ന ഒരു പയ്യനാണ്. വീട്ടുകാർ അവനെ ഉപേക്ഷിച്ചു എന്ന ഒരു അവസ്ഥയൊക്കെ തിരിച്ചറിയുമ്പോഴേക്കും അവന്റെ സമനില മറ്റൊരു രീതിയിലേക്ക് തെറ്റുന്നുണ്ട്. ഒരു തരത്തിൽ സ്റ്റീവും ഷൈയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് പറയാം. അതുകൊണ്ടാവും അവർക്ക് രണ്ടുപേർക്കും പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുതന്നെയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. ഈ രണ്ടുപേരുടെ മാനസികാവസ്ഥ കാണുമ്പോൾ എപ്പോഴും ഇതെല്ലാം കൂടി ഒന്ന് പൊട്ടിത്തെറിക്കുമെന്ന് നമുക്ക് സംശയം തോന്നും. മറ്റു കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ട്രേസി ഓൾമാൻ, സിംബി അജയ്കാവോ തുടങ്ങിയവരും എല്ലാവരും നല്ല പെർഫോമൻസുകളാണ്. ഇതിന്റെ ആ ഒരു കഥ നടക്കുന്ന സ്കൂള്, ആ ഒരു ലൊക്കേഷൻ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പടത്തിന്റെ ക്യാമറയും എഡിറ്റിംഗും നൈസാണ്. അവസാനമുള്ള ഒരു വാഷിംഗ് മെഷീൻ പിന്നെ ഒരു കുളവും കൂടി ഒരുമിച്ച് ചേർത്ത് കാണിക്കുന്ന ഒരു സീൻ വളരെ യൂണീക്ക് ആയിട്ട് തോന്നി. സിനിമയിൽ കാണിക്കുന്ന ഒരു കാലഘട്ടം 1996 ആയതുകൊണ്ട് തന്നെ അവർ ആ ഡിസൈനിലൊക്കെ നല്ല ഡീറ്റെയിലിങ്ങിന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ കൊള്ളാമായിരുന്നു. അതുപോലെ ഇതിന്റെ ഒരു റെട്രോ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമയുടെ മൂഡിന് പറ്റിയതായിരുന്നു. ഇനി ഇതിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാൽ പടം അത്യാവശ്യം നല്ല സ്ലോ ആണ്. തുടങ്ങി കുറച്ചു നേരം കണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും ഒരു മടുപ്പ് ഫീൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ പലരും നിർത്തിവെച്ചിട്ട് പോവുകയും ചെയ്യും ആദ്യം തന്നെ. ബേസിക്കലി ഈ ഒരു സിനിമ എല്ലാത്തരം ആൾക്കാർക്കും ആസ്വദിക്കാൻ പറ്റുന്നതല്ല. കുറച്ചൊരു ആർട്ട് ഹൗസ് ടൈപ്പ് പടമാണ്. നിങ്ങൾ ഈ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഉള്ള ടൈപ്പ് സിനിമകൾ കാണുന്ന ആസ്വദിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പടം നന്നായിട്ട് വർക്കാവുമെന്ന് വിചാരിക്കുന്നു. അല്ലാത്തവർക്ക്, പ്രത്യേകിച്ച് ഈ ഒരു മാസ് ഓഡിയൻസിന് ഫാസ്റ്റ് പേസിൽ സിനിമകൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ പടം പറ്റിയതേ അല്ല എന്ന് പറയാം. മൊത്തത്തിൽ ഒരു നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ ഇതെല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിട്ടുള്ള പടമല്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ ഓസ്കാറിനൊക്കെ പോകുന്ന ടൈപ്പ് പടങ്ങൾ, അങ്ങനെയുള്ള ഡ്രാമ ഫീൽ ഗുഡ് സിനിമകളൊക്കെ ആസ്വദിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന സിനിമയാണ്. എനിക്ക് പേഴ്സണലി വർക്കായ പടമാണ്. പക്ഷെ എല്ലാവർക്കും അതുപോലെ വർക്കായി എന്ന് വരില്ല. ഇതൊരു മാസ് ഓഡിയൻസിന് പറ്റിയ പടമേ അല്ല, അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ ടൈപ്പ് സിനിമയേ അല്ല. അപ്പൊ ഇതൊക്കെ ഓർത്തുകൊണ്ട് മാത്രം സിനിമ കാണുക. ഈ പടം ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ശേഷം ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്റർ റിലീസ് എങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ പടം റിലീസ് ആയിട്ടുണ്ട്. 1.5 മണിക്കൂറേ സിനിമയ്ക്ക് ലെങ്ത് ഉള്ളൂ. 18+ അല്ല, പക്ഷെ കുറച്ച് അഡൽട്ട് ലാംഗ്വേജ് ഒക്കെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് കൂടാതെ ഹിന്ദി ഡബ്ബിങ്ങും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.